ഭാഗത്ത് മറുതലിപ്പില്ലെങ്കിലും പ്യോർ ഡിസൊബീഡിയൻസ്, അല്ലാതെ മറുതലിപ്പില്ല, എതിർപ്പില്ല, പക്ഷേ അനുസരണമില്ല. ഐ ടോൾഡ് ദാറ്റ് സ്റ്റോറി ബിഫോർ. എനിക്ക് അല്പം വെള്ളം ആവശ്യമാണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം തരാമോ എന്ന് ചോദിച്ചാൽ എതിർത്ത് പറയുന്നവർ കാണും, നിനക്കാരുടെ വെള്ളം കൊണ്ടുതരുന്നത് എന്ന് പറയുന്നവരുണ്ടെങ്കിൽ, മറുതലിക്കുന്നവർ ഞാൻ കൊണ്ടുവരാൻ മനസ്സില്ല എന്ന് മറുതലിക്കുന്നവരുണ്ടെങ്കിൽ, എതിർത്ത് പറയുന്നവർ, മറുതലിക്കുന്നവർ, ഓർ മേ ബി വെരി സ്വീറ്റ്ലി, ഓ മൈ ഗുഡ്നസ് യു വോണ്ട് വാട്ടർ, വെള്ളമാണോ വേണ്ടത്, ഞാനിപ്പോൾ മിൽക്ക് ഷേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മധുരവാക്കുകൾ പറഞ്ഞാലും ടിൽ ഐ ഗെറ്റ് ദ വാട്ടർ, വെള്ളം കയ്യിൽ ലഭിക്കുന്നിടം വരെ വെള്ളം കൊണ്ടുവരാത്ത ആൾ ഇസ് ഡിസൊബീഡിയൻറ്റ്. വെള്ളം കയ്യിൽ കിട്ടുന്നിടം വരെ വെള്ളം കൊണ്ടുവന്നില്ലെങ്കിൽ ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. സോ റിബല്യൻ ഓർ ഡിസൊബീഡിയൻസ്, മറുതലിപ്പും ചെറുത്ത് നിൽക്കുന്നതും എതിർത്ത് പറയുന്നതും ഒരു വശത്ത് ഇറ്റ് ലുക്സ് ഓ മൈ ഗുഡ്നസ് ദാറ്റ്സ് ബാഡ്, പ്യോർ ഡിസൊബീഡിയൻസ്. ഓഫ് കോഴ്സ് ചെയ്യേണ്ടത് ചെയ്യുന്നിടം വരെ അതും അനുസരണക്കേട്. സോ അനുസരിക്കാത്തിടത്തോളം യു ഡോണ്ട് ഹാവ് ബ്ലെസ്സിങ്. സോ ഒബീഡിയൻസ് ഇസ് വൺ വേ ഓഫ് സ്റ്റെപ്പിംഗ് ഇൻ ടു your promises, your blessing. രണ്ടാമത്തേത് the law of honor, മാന്യത കൊടുക്കുമ്പോൾ. നമ്മുടെ ചേർച്ചിൽ we are so blessed. നമ്മുടെ ചേർച്ചിൽ such a great blessing. നമ്മുടെ ചേർച്ചിൽ വരുന്ന മിക്കവാറും എല്ലാവരും തന്നെ, ഐ വുഡ് സേ 99.99% ആൾക്കാരും ഇൻ എ ഡ്യൂ കോഴ്സ് ഓഫ് ടൈം, അല്പം കഴിയുമ്പോഴത്തേക്ക് ദ റിയലി ബ്ലെസ്ഡ്. എല്ലാ വഴികളിലും വിദ്യാഭ്യാസത്തിൽ തകർന്നു കിടക്കുന്നവർ വിദ്യാഭ്യാസത്തിൽ ഉയർന്നു വരുന്നത് മുതൽ, അവരുടെ ബിസിനസ് പൊളിഞ്ഞു കിടക്കുന്നവരുടെ ബിസിനസ്സുകൾ നന്നായി വരുന്നത്, വസ്ത്രധാരണത്തിൽ, ആരോഗ്യത്തിൽ, അവരുടെ സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളിൽ, എവ്രിവെയർ സകലയിടത്തും കർത്താവ് മാനിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഓൺ ദ വൺ ഹാൻഡ് എത്ര മുൻപിൽ വന്നാലും ഇനിയും മുൻപോട്ട് വരണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ നല്ലതാണ്, ഇറ്റ്സ് ഗുഡ്. പക്ഷേ അതിനേക്കാൾ ഉപരി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നത് കാണുന്നുണ്ട്. ആൻഡ് ദ വൺ റീസൺ ഫോർ ദാറ്റ് ഇസ് സഭയ്ക്കകത്ത് വി മേക്ക് ഇറ്റ് എ പ്രിൻസിപ്പിൾ, നമ്മളുടെ ഒരു തത്വമാണ്, മാന്യത അർഹിക്കുന്നവർക്ക് മാന്യതയും ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനവും. ദോസ് ഹു ഡിസേർവ് റെസ്പെക്റ്റ്, ബഹുമാനം അർഹിക്കുന്നവർക്ക് ബഹുമാനം, ഓണർ, മാന്യത അർഹിക്കുന്നവർക്ക് മാന്യത കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, ഇവിടെ വരുന്ന പാസ്റ്റേഴ്സിനെ വി ഓണർ ദം സോ മച്ച്. ആരാന്ന് പറഞ്ഞാലും പാസ്റ്റേഴ്സ് ആണെങ്കിൽ വി ഓണർ ദം. നമ്മൾ അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ പ്രോട്ടോകോൾ ടീം, നമ്മുടെ കിച്ചൺ ടീം, ദേ ഓണർ ദം സോ മച്ച്. വാട്ട് യു ഡോണ്ട് റിയലൈസ് ഇസ്, അങ്ങനെ ദൈവദാസന്മാരെ, വരുന്ന അതിഥികളെ ഉൾപ്പെടെ ദൈവദാസന്മാരെ നമ്മൾ മാനിക്കുമ്പോൾ ദർ ഇസ് സംതിങ് ദർ ഇസ് ബീങ് poured out on the church. സഭയുടെ മേൽ ഒരു വലിയ പ്രവൃത്തി കർത്താവ് അയക്കുക. ഞാൻ അബൌട്ട് 10 years ago ഒരു സഭയിൽ ചെന്ന്, സ്ഥലപ്പേര് പോലും പറയുന്നില്ല, അവിടെ ചെന്നു. അവിടുത്തെ ആൾക്കാരെ കണ്ടപ്പോൾ ഐ വാസ് വെരി ഡിസ്കറേജ്ഡ്. കാര്യം ഫൈനാൻസിനെ കുറിച്ച് മാത്രമല്ല, പണത്തെക്കുറിച്ച് മാത്രമല്ല, ആസ് എ ഹോൾ അവരെ എടുത്തു നോക്കിയാൽ തീരെയും താഴ്ന്ന കിടയിൽപ്പെട്ടവർ. ആബ്സൊല്യൂട്ട്ലി നമുക്ക് സങ്കടം തോന്നും. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ ഐ റിയലൈസ്ഡ് വൈ. ഞാൻ ഓർക്കുകയും ചെയ്തു, കർത്താവ് ഇത്രയും ബഥേൽ ചർച്ചിൽ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ എഡ്യൂക്കേഷനുള്ളവർ, പറഞ്ഞാൽ മനസ്സിലാകുന്നവർ, ഞാൻ ഈ പറയുമ്പോൾ ഭയങ്കരം കാര്യങ്ങൾ പറഞ്ഞിട്ട് ആർക്കൊന്നും പിടികിട്ടിയില്ലെങ്കിൽ, ഐ മീൻ യു വോണ്ട് നോ ഹൗ ഡിസപ്പോയിൻറ്റഡ് ഐ ഫീൽ. ഓ മൈ ഗുഡ്നസ്, ഞാൻ പറയുന്നതിൻ്റെ 10-1 പോലും വിവരം പിടികിട്ടാനുള്ള കപ്പാസിറ്റി ഉള്ളവൻ എൻ്റെ മുൻപിലില്ലെങ്കിൽ വൈ ഷുഡ് ഐ സ്പീക്ക്? ഐ ഡോണ്ട് ഗെറ്റ് മോട്ടിവേറ്റഡ് ടു സ്പീക്ക്. പക്ഷേ ഐ എം സോ ഹാപ്പി. കാര്യം ബഥേൽ ചർച്ചിൽ ദൈവം തന്നിരിക്കുന്ന ആൾക്കാർ വളരെ ഇൻ്റലിജൻറ്റ് ആൾക്കാർ. പ്രൈസ് ഗോഡ് ഫോർ ദാറ്റ്. അവിടെ ചെന്ന് ഞാൻ ഐ വാസ് വെരി ഡിസപ്പോയിൻറ്റഡ്. കാര്യം പറയുന്ന കാര്യം ഗ്രഹിക്കാനറിയില്ല. ഇപ്പോൾ വരുന്നു ശബ്ദം ഉയർത്തിയാൽ പെട്ടെന്ന് കൈയടിക്കും. അതല്ലാതെ വിവരം പിടികിട്ടുന്ന ഒറ്റയൊരുത്തനില്ല. വിടുതലുണ്ട് എന്ന് പറഞ്ഞാൽ കൈയടിക്കും, വിടുതലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ദേ ആർ നോട്ട് ബോതേഡ്, കൈയടിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇമോഷണൽ ഹൈപ്പ് അത്രയുള്ളവർക്ക്, അല്ലാതെ ദേ ആർ നോട്ട് റിയലി ബോതേഡ് അബൌട്ട് എനിത്തിങ് എൽസ്. ആത്മീയ മർമ്മങ്ങൾ പറയാൻ പറ്റത്തില്ല, ആത്മീയരായിട്ടുള്ളവർ വളരെ കുറച്ച്. ഐ വാസ് ലൈക്ക് മൈ ഗുഡ്നസ്, ഈ ചർച്ച, ഇങ്ങനത്തെ ഒരു ചർച്ചിൽ ഞാൻ വന്നല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഐ റിയലൈസ്ഡ് വൈ. ദ വേ ദേ ട്രീറ്റഡ് മീ വാസ് ഹൊറിഫിക്. ഞാൻ എത്രത്തോളം പറയണം എന്ന് എനിക്കറിയത്തില്ല. അന്ന് ഐ വാസ് ഹാവിങ് എ വെരി ബാഡ് എക്സ്പീരിയൻസ്. എൻ്റെ ലോവർ ബാക്ക്, എൻ്റെ പുറത്ത് ഐ വാസ് ഹാവിങ് ഭയങ്കര വേദനയായിരുന്നു. ആൻഡ് സോ ഐ സെഡ്, ലോർഡ്, ബട്ട് ഫോർ ദ ലവ് ഓഫ് ഗോസ്പൽ, സുവിശേഷത്തോടുള്ള സ്നേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ യാത്ര ഏറ്റെടുക്കത്തില്ല. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ. എനിക്ക് കംഫർട്ട് സോണിൽ ഇവിടെ ഇരുന്നാൽ മതി. പക്ഷേ എൻ്റെ ശരീരത്തിന് ഇത്രയും വേദന ഉണ്ടെങ്കിലും ഐ എം വില്ലിങ് ടു ഗോ. ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞു, ഐ നീഡ് വൺ തിങ്. ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തത് അടൂരാണ്. അടൂര് ഒരു ഓഡിറ്റോറിയത്തിൽ ഒരു യൂത്ത് സെമിനാറുണ്ട്, യൂത്ത് മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിന് പോകണം. അതുകൊണ്ട് രാത്രിയിൽ 11 മണിക്കാണ് നിങ്ങളുടെ അവിടെ നിന്ന് വിടേണ്ടത്. ഒരു സഹായം എനിക്ക് വേണം, ഒരു റിസർവേഷൻ എടുത്ത് തരണം. ദാറ്റ്സ് ഇറ്റ്. ഞാനവിടെ ചെന്ന് റിസർവേഷൻ ഉണ്ടെന്ന് ആദ്യമേ അന്വേഷിച്ചു. ഇല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കാമെന്ന് ഓർത്തു. റിസർവേഷൻ ഉണ്ടെന്ന് അവരെന്നോട് കള്ളം പറഞ്ഞു.
രാത്രിയിൽ 10 മണിയായപ്പോൾ അവരെന്നെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്നു. 10 മണി മുതൽ ഞാൻ വെയിറ്റ് ചെയ്യുക. ഏത് ബസ് റിസർവേഷൻ? ആ വരുന്ന ബസ്സൊക്കെ. ഗോഡ് മൈ വിറ്റ്നസ്, ദൈവം എൻ്റെ സാക്ഷിയാണ്. പ്ലീസ് ലിസൺ ടു മീ. ദൈവം എൻ്റെ സാക്ഷിയാണ്. യു വിൽ നോട്ട് ബിലീവ് വാട്ട് ഐ എം സേയിങ് ഇഫ് യു ആർ നോട്ട് ദർ. നിങ്ങളവിടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാത്തില്ല. ഇവനൊരു ഭാരമാണ്. എങ്ങനെങ്കിലും ഇവനെ തള്ളിക്കയറ്റി വണ്ടിയെ വിട്ടിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ മതി എന്ന് വെരി എവിഡൻറ്റ്. അറ്റ്ലീസ്റ്റ് ഫോർ കർട്ടസി സേക്ക്, ഒന്ന് മര്യാദയ്ക്കൊന്ന് സംസാരിക്കണോ. ദ വേ ദേ വർ ഡീലിംഗ് വിത്ത് ലൈക്ക് ഓ മൈ ഗുഡ്നസ്. ഇവനെ നിങ്ങൾ പൊയ്ക്കോനോ പോകണം. ഇല്ലില്ല, കയറ്റി വിട്ടാച്ചേ പോകത്തുള്ളൂ. ഒടുവിൽ ഒറ്റ ബസ്സിൻ്റെ അകത്ത് സ്ഥലമില്ല. 11 ഒരു ബസ് വന്നു. അവർ പെട്ടി എല്ലാം കൂടെ എടുത്ത് അകത്തോട്ടിട്ടു. ഞാൻ ഫുട്ബോളിൽ നിൽക്കുക. എൻ്റെ ബാക്കേക്കും കൊണ്ട് എനിക്ക് നിൽക്കാൻ വയ്യ. ഏകദേശം 1 മണി 2 മണി വരെ ഐ വാസ് സ്റ്റാൻഡിങ് ദർ. 1 മണി കഴിഞ്ഞു, 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് വന്നത് കോട്ടയം കഴിഞ്ഞു. എനിക്കൊരു സീറ്റ് കിട്ടി. പിന്നെ 1 മണിക്കൂർ ഇരുന്ന് അടൂരെത്തി. അബൌട്ട് 1.5 hours or so ഇരുന്നെത്തി. ആൻഡ് ഐ റിയലൈസ് സംതിങ്. എന്നെ മാനിച്ചോ, ദാറ്റ്സ് നോട്ട് ദ ഇഷ്യൂ. പക്ഷേ വരുന്ന ദൈവദാസന്മാരെ മാനിക്കുവാൻ അറിയാമെങ്കിൽ, ദ ലോ ഓഫ് ഓണർ ഇസ് ട്രിഗേർഡ്. ദൈവദാസന്മാരെ മാനിക്കാൻ അറിയാമെങ്കിൽ, അത് വാക്കുകളിൽ, ബോഡി ലാംഗ്വേജ്, അത് പ്രതികരണങ്ങളിൽ, അനുസരണത്തിൽ, ഇഫ് യു ലേൺ ഹൗ ടു ഓണർ ദ മെൻ ഓഫ് ഗോഡ്. നമ്മുടെ ഈഗോ പലപ്പോഴും നമ്മളെ സമ്മതിക്കാറില്ല. ആൻഡ് സോ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സിലേക്ക് നമുക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ മുഖഭാവം, നമ്മളുടെ ബോഡി ലാംഗ്വേജ്, നമ്മളുടെ എക്സ്പ്രഷൻസ്, നമ്മളുടെ വാക്കുകൾ, നമ്മളുടെ ടോൺ, നമ്മളുടെ സംസാരിക്കുന്ന രീതികൾ, ഓഡിയൻസിനെ ഓണർ ചെയ്യുവാൻ, ദൈവദാസന്മാരെ ഓണർ ചെയ്യുവാൻ, പാസ്റ്റേഴ്സിനെ ഓണർ ചെയ്യുവാൻ, ദൈവമക്കളെ ഓണർ ചെയ്യുവാൻ ബൈബിൾ പറയുന്ന അറിയാതെ പലരും ദൂതന്മാരെ സൽക്കരിച്ചു. ഹൗ ഡു വി ട്രീറ്റ് ദ മെൻ ഓഫ് ഗോഡ്? ഹൗ ഡു വി ട്രീറ്റ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്? ദൈവമക്കളെ, ദൈവദാസന്മാരെ എങ്ങനെ നമ്മൾ അവരെ നേരിടുന്നു? ദ ലോ ഓഫ് ഓണർ. രണ്ടാമത്തേത് ലോ ഓഫ് ഓണർ. മൂന്നാമത്തേത് വായിക്കാം. സങ്കീർത്തനങ്ങൾ 102 അതിൻ്റെ 13. 102 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക്, കൃപയിലേക്ക്, വാഗ്ദത്തങ്ങളിലേക്ക് കടക്കണമെങ്കിൽ 102 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യം. നീ എഴുന്നേറ്റ് സിയോനോട് കരുണ കാണിക്കും, അവളോട് കൃപ കാണിക്കാനുള്ള കാലം, അതെ, അതിന് സമയം വന്നിരിക്കുന്നു. ഓൾറൈറ്റ്. ഈ ഭാഗം വായിക്കുമ്പോൾ the time set has come, the moment designated. കിങ് ജെയിംസ് വേർഷൻ, ആംപ്ലിഫൈഡ് ബൈബിളാണ്. കിങ് ജെയിംസ് വേർഷനിൽ വായിച്ചാൽ കുറച്ചും കൂടെ വ്യക്തതയോടെ വാക്ക് കാണുവാൻ സാധിക്കും. for the time to favor her has come. നിയമിക്കപ്പെട്ട സമയം വന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ഫേവർ എന്നുള്ള വാക്കിന് കറക്റ്റായിട്ടൊരു സിനോണിം, ഒരു മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ ഞാൻ വാക്കില്ല. കൃപ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൃപ എന്നുള്ള വാക്കിന് ഇംഗ്ലീഷിൽ ഏറ്റവും യുക്തമായൊരു വാക്ക് ഗ്രേസ് എന്നായിരിക്കും. ഗ്രേസ്. പക്ഷേ ഗ്രേസ് എന്നുള്ള വാക്കിനേക്കാൾ ഭയങ്കരം അർത്ഥവത്തായിട്ടുള്ളൊരു വാക്കാണ് ഫേവർ. കൃപ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം കൃപ പ്രാപിച്ചവരെങ്കിലും ഫേവർ എന്നുള്ള വാക്ക് ബൈബിളിൽ 7 പേർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലൊരാളായിരുന്നു മറിയ. മറിയോട് പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഹൈലി ഫേവേർഡ് എന്നുള്ള വാക്കാണ് മറിയോട് പറയുന്നത്. ദാനിയേലിനോട് സംസാരിക്കുമ്പോൾ ഹൈലി ഫേവേർഡ് എന്നുള്ള വാക്കാണ് ദാനിയേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് പറയുന്നത്. എവിടെയെങ്കിലും ഫേവർ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അസാധാരണമായിട്ടുള്ളൊരു വാക്കാണ്. കൃപ എന്നുള്ള വാക്കിന് മലയാളത്തിൽ പറയുന്നതിന് ഗ്രേസ് എന്നുള്ള വാക്കായിരിക്കും ഏറ്റവും ഉചിതം. ഇവിടെ കൃപ എന്ന് പറയുന്നെങ്കിലും ഇത് ടൈം ടു ഫേവർ ഹർ, അതായത് സാധാരണ കൃപയേക്കാൾ അടുത്തൊരു തലത്തിൽ. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയുവാൻ സാധിക്കും എനിക്ക് കൃപയില്ലെന്ന്? നോ, നമ്മൾക്ക് എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. വി ഓൾ ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ഗ്രേസ്. നമ്മൾക്കെല്ലാം കൃപയുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്നും ഫ്രം ദ ഫാദർ, ഫ്രം ദ throne ഓഫ് ഗ്രേസ്, കൃപാസനം, ദ throne ഓഫ് ഗ്രേസ്, ആ കൃപാസനത്തിൻ്റെ അടുക്കൽ നിന്നും കർത്താവിൻ്റെ സഹായം, കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് വ്യാപരിക്കും. ഹൗ? ത്രൂ ഫെയ്ത്ത്. ഞാനിങ്ങനെ പറയട്ടെ, കർത്താവിങ്കിൽ നിന്നും പിതാവിങ്കിൽ നിന്നുമാണ് ഇത് വരുന്നത്. വി ഓൾ ആർ പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഗ്രേസ്. എങ്കിലും ആ ഗ്രേസ് വരണമെങ്കിൽ ക്രിസ്തയേശുവിൽ കൂടെ മാത്രമേ വരത്തുള്ളൂ. ആ ക്രിസ്തയേശുവിൽ കൂടെ വരുന്നത് ബൈ ഫെയ്ത്ത് വി ടേക്ക് ഇറ്റ്. പരിശുദ്ധാത്മാവാണ് അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഡോക്ടറിനൽ ഇഷ്യൂസും ഇതിൻ്റെ ഡെപ്തിലോട്ടും ഇറങ്ങുന്നില്ല. ഇത്രയും നേരം ഞാൻ സംസാരിച്ചത് അടുത്ത 1 മണിക്കൂർ പറഞ്ഞെങ്കിൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. ജസ്റ്റ് ഫോർ ആർ വെരി ബ്രീഫ് മെഡിറ്റേഷൻ. പിന്നത്തേതിൽ ആർക്കെങ്കിലും ഇതിനെ ധ്യാനിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലെറ്റ് മീ ടെൽ യു വെരി ഫാസ്റ്റ്. കാവേരി നദിയിൽ നിന്നും ബാംഗ്ലൂർ പട്ടണത്തിൽ കാവേരി ഫേസ് 6 വരെ പോയല്ലോ. കാവേരി നദിയിൽ നിന്നും നമുക്ക് വെള്ളം കുടിക്കാൻ ലഭിക്കുന്നത് പോലെ, ബാംഗ്ലൂർ പട്ടണത്തിൽ പാർക്കുന്നവർക്ക് വെള്ളം കുടിക്കാൻ ലഭിക്കുന്നത് പോലെ കൃപ മുഴുവൻ വരുന്നത് പിതാവിങ്കൽ നിന്ന്. ആൻഡ് ഇറ്റ് കെയിം ത്രൂ ദ ലോർഡ് ജീസസ്.
കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിൽ പറയുന്നു, ഗ്രേസ് കെയിം ത്രൂ ദ ലോർഡ് ജീസസ്. കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ കൃപ വരുന്നു. കാവേരി നദി അവിടെ ഉണ്ടെങ്കിലും ബാംഗ്ലൂർ പട്ടണത്തിൽ പാർക്കുന്ന നമ്മൾക്ക് കാവേരി നദിയിൽ കൂടെ ഒഴുകുന്ന വെള്ളം കുടിക്കണമെങ്കിൽ ഗവൺമെൻറ് വലിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ പിതാവ് തൻ്റെ പുത്രനെ അയച്ചു. ക്രിസ്തേശുവിൽ കൂടെ അല്ലാതെ നിത്യജീവനില്ല, ക്രിസ്തേശുവിൽ കൂടെ അല്ലാതെ നമ്മൾക്ക് കൃപയില്ല. ആരെങ്കിലും പിതാവിൻ്റെ സന്നിധിയിൽ ചെന്ന് കൃപ വേണമേ എന്ന് ചോദിക്കുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ നമുക്ക് കൃപ ലഭിക്കുകയുള്ളൂ. സോ ലോർഡ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ രക്തത്താൽ ആ കൃപ എനിക്ക് തരണം എന്ന് പ്രാർത്ഥിച്ചാൽ, അതുകൊണ്ട് ബൈബിൾ പറയുന്നത് നമ്മൾക്ക് വേണ്ടി ആ രക്തമുള്ളതിനാൽ, എബ്രായ ലേഖന കർത്താവ് പറയുകയാണ്, ആ രക്തം നമ്മൾക്കായിട്ടുള്ളതിനാൽ, 2 യേശുവിൻ്റെ നാമം നമ്മൾക്കുള്ളതിനാൽ ഏത് സമയത്തും തത്സമയത്ത് ധൈര്യത്തോടെ ഭയം കൂടാതെ കൃപാസനത്തോടെ, ദ ഫ്രോൺ ഓഫ് ഗ്രേസ്, കൃപയുടെ സിംഹാസനത്തോട് അടുത്ത് ചെല്ലാം. യേശു ക്രിസ്തുവിൽ കൂടെ നമ്മൾക്ക് കൃപ ലഭിച്ചിരിക്കും. സോ ഒന്നാമത്തെ പോയിന്റ്, വേർ ഇസ് ദി ഫൗണ്ടൻ ഓഫ് ഗ്രേസ്? കൃപയുടെ ഉത്ഭവം, കൃപയുടെ ഉറവ എവിടെയാണ്? പിതാവിൻ്റെ സന്നിധിയിൽ. വേർ ഇസ് ദാറ്റ്? ഇറ്റ്സ് എ ഫ്രോൺ ഓഫ് ഗ്രേസ്, കൃപയുടെ സിംഹാസനം. പക്ഷേ ആരിൽ കൂടെ കൃപ വരുന്നു? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, കൃപ യേശു ക്രിസ്തുവിൽ കൂടെ. ഗ്രേസ് കെയിം ത്രൂ ദ ലോർഡ് ജീസസ്. എബ്രായ ലേഖന കർത്താവ് പറയുന്നു, ആ നാമവും ആ രക്തവും നമ്മൾക്ക് വേണ്ടി ഉള്ളതിനാൽ അതിൽ കൂടെ, ആ നാമത്തിൽ, ആ രക്തത്തിൽ കൃപ നമ്മളിലേക്ക് വരും. ഹൗ ഇസ് ഇറ്റ് ട്രാൻസ്പോർട്ടഡ്? അത് ക്രിസ്തയേശുവിൽ കൂടെ വരുന്നു. ഞാൻ പറഞ്ഞു, മൈസൂരിൽ നിന്നും KRSൽ നിന്നും വലിയ ഹ്യൂം പൈപ്പ്സ്, 6 അടി ഡയ ഉള്ള ഹ്യൂം പൈപ്പ്സ് ഒത്തിരി കാണാൻ സാധിക്കും പോകുകയാണെങ്കിൽ. ആ വലിയ പൈപ്പുകളിൽ കൂടെ അവിടുത്തെ വെള്ളം ബാംഗ്ലൂർ പട്ടണത്തിൽ വരെ കൊണ്ടുവരുന്നു. ബാംഗ്ലൂർ പട്ടണത്തിൽ കൊണ്ടുവന്നാൽ പിന്നെ അത് സ്റ്റോർ ചെയ്യുന്നൊരു ടാങ്ക് എൻ്റെ വീടിൻ്റെ മുൻപിലുണ്ട്. നമ്മളെല്ലാവരുടെയും വീടിൻ്റെ മുൻപിൽ ടാങ്കുകളുണ്ട്. സമ്പ് ടാങ്ക് എന്ന് വിളിക്കും. സമ്പ് ടാങ്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിലേക്ക് ആ വെള്ളം മുഴുവൻ വന്ന് സ്റ്റോർ ആയിരിക്കും. ആ സമ്പ് ടാങ്കിൽ സ്റ്റോർ ആകുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിൽ ആ കൃപ വന്നു കഴിഞ്ഞാൽ, ഞാൻ അലിഗറി പറഞ്ഞു വരികയാണ്. 2, അടുത്തത്, അവിടെ നിന്ന് എനിക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഞാൻ മോട്ടർ വെച്ച് അടിച്ച് വെള്ളം മേലിൽ കയറ്റണം. എൻ്റെ വീട്ടിൽ മോട്ടർ കേടായിപ്പോയാൽ പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ട്, പിന്നെ വെള്ളം ഉപയോഗിക്കാൻ അല്പം പ്രയാസമാണ്. പക്ഷേ ആ മോട്ടർ ഓൺ ചെയ്താൽ എൻ്റെ ഓവർ ഹെഡ് ടാങ്കിൽ വെള്ളം വന്ന് നിൽക്കുന്നത് പോലെ ബൈബിൾ പറയുകയാണ്, വിശ്വാസത്താൽ മാത്രമേ ആ കൃപ നമ്മൾക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. ആ കൃപ പ്രയോജനപ്പെടണമെങ്കിൽ വി നീഡ് ദ ഫെയ്ത്ത്. യേശു ക്രിസ്തുവിൽ കൂടെ വന്നു, പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കൊണ്ടുവന്നു. എങ്കിലും യേശു ക്രിസ്തുവിൽ കൂടെ വന്ന ആ കൃപ എനിക്ക് പ്രസംഗത്തിൽ കൂടെ, വചന ശുശ്രൂഷയിൽ കൂടെ, തിരുമേശയിൽ കൂടെ, പല വ്യത്യസ്ത അനുഭവങ്ങളിൽ കൂടെ എൻ്റെ സം ടാങ്കിൽ എന്നതുപോലെ വന്ന് കിടക്കുകയാണ്. എങ്കിലും സം ടാങ്കിൽ നിന്നും എനിക്ക് പ്രയോജനപ്പെടുന്നത് പോലെ എൻ്റെ ടാപ്പ് തുറന്നാൽ ശബ്ദം എന്നുള്ള ശബ്ദം വരാതെ വെള്ളം വരണമെങ്കിൽ മേളിൽ വെള്ളം കയറണമെങ്കിൽ മോട്ടർ ഓൺ ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ കൃപ എനിക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഇറ്റ് വർക്ക്സ് ഓൺലി ത്രൂ ഫെയ്ത്ത്. റോമാലേഖനത്തിൽ പറയുന്നു, വിശ്വാസത്താലാണ് കൃപ നമ്മൾക്ക് പ്രയോജനപ്പെടുന്നത്. വാക്യങ്ങൾ പറഞ്ഞാൽ ഇത് മാത്രം, ആ ഒറ്റ ഞാൻ ഇത്രയും നേരം പറഞ്ഞാൽ മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ഇറ്റ് വിൽ ടേക്ക് വെരി ലോങ് ടൈം. പക്ഷേ എൻ്റെ മെസ്സേജിലേക്ക് കടക്കാൻ, അങ്ങനെ കൃപ പ്രയോജനപ്പെടുമ്പോൾ അതിൻ്റെ അടുത്ത ലെവലുള്ള ഹയർ ലെവൽ ഓഫ് ഗ്രേസ്, ഹയർ ലെവലാണ് ഫേവർ എന്നുള്ള വാക്ക്. നമ്മളെല്ലാം കൃപ പ്രാപിച്ചവരാ. എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുള്ളൊരു ചോദ്യമാണെങ്കിലും വി ആർ ഓൾ പാർട്ടിക്കിൾസ് ഓഫ് ഗ്രേസ്, ആ കൃപയുടെ അംശികളാണ്. എങ്കിലും അവിടെ നിന്ന് കർത്താവ് പറയുകയാണ്, എ ടൈം ടു ഫേവർ ഹാസ് കം. കൃപയില്ലാത്ത ആരും ഇവിടെ ഇല്ല. മലയാളത്തിൽ കൃപയ്ക്കുള്ള സമയമായി എന്ന് വായിച്ചെങ്കിലും ഇംഗ്ലീഷിൽ വായിക്കണം കൃപയുണ്ട്, ബട്ട് ദ ടൈം ദാറ്റ് ഇസ് സെറ്റ് ഫോർ ഫേവർ ഹാസ് കം. പലരുടെയും ജീവിതത്തിൽ ഓരോ വർഷം ഒരു പ്രാവശ്യമെങ്കിലും ആ ഫേവറിൻ്റെ സമയം വന്നിരിക്കും. പ്ലീസ് ലിസൺ ടു മീ, ശ്രദ്ധിച്ച് കേൾക്കണം. പലരുടെയും ജീവിതത്തിൽ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ആ ഫേവറിൻ്റെ സമയം വന്നിരിക്കും. ചിലരുടെ ജീവിതത്തിൽ വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഫേവർ വന്നിരിക്കും. ആ ടൈംസ് ആൻഡ് സീസണിലേക്ക് ഇന്ന് ഞാൻ തിരിയുന്നില്ല. എങ്കിലും ആ സീസൺ തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്താൽ പെട്ടെന്ന് ഗ്രേസിൽ ജീവിക്കുന്ന നമ്മൾ ഫേവറിൻ്റെ ആഴമേറിയ അനുഭവങ്ങളിലേക്ക് കടക്കുവാനിടയായിത്തീരും. മോശയ്ക്ക് ഫേവർ ലഭിച്ചു. ദാനിയേലിന് ഫേവർ ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? മറിയയ്ക്ക് ഫേവർ ലഭിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ബൈബിളിൽ കൺകോർഡൻസ് എടുത്ത് ഡിജിറ്റൽ ബൈബിൾസ് ഉപയോഗിക്കുന്നവർ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കണം, ഫേവർ ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട്. അവരുടെ ജീവിതത്തിൽ ഫേവർ വന്നപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? യു വിൽ ബി സർപ്രൈസ്ഡ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഫേവർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പക്ഷേ ഇവിടെ പറയുകയാണ്, ദ സെറ്റ് ടൈം ടു ഫേവർ ഹർ ഹാസ് കം. സമയം വന്നു കഴിഞ്ഞു. ഒരു പക്ഷേ ഫെബ്രുവരി മാസമായിരിക്കും ചിലരുടെ ഫേവറിൻ്റെ സമയം, ഒരു പക്ഷേ മാർച്ച് മാസമായിരിക്കും ചിലരുടെ ഫേവറിൻ്റെ സമയം. എങ്ങനെ തിരിച്ചറിയണം ഇന്നങ്ങോട്ട് കിടക്കുന്നില്ല. പക്ഷേ ആ ഫേവറിൻ്റെ സമയം തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി ബി കമ്മ്യൂണിക്കേറ്റഡ് ടു യു. പലരും അതിന് ഇൻസെൻസിറ്റീവാണ്. ഞാൻ പ്രെയർ മിനിസ്ട്രിയുടെ ടീമിൽ സംസാരിക്കുമ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞു. പ്രെയർ മിനിസ്ട്രിയിൽ ഞാനിങ്ങനെ വിഷൻസ് ആൻഡ് ഡ്രീംസിനെ കുറിച്ച് പറയുകയായിരുന്നു.
ഇമേജറി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചിത്രങ്ങളിൽ കൂടെ നമ്മളോട് സംസാരിക്കുന്നത്. പലപ്പോഴും ആശയങ്ങളിൽ കൂടെ സംസാരിക്കും, വാക്കുകളിൽ കൂടെ നമ്മളോട് സംസാരിക്കും. ആശയങ്ങൾ വാക്കുകളിൽ കൂടെ ത്രൂ വേർഡ്സ്, ത്രൂ ലാംഗ്വേജ് പറയുമെങ്കിലും പലപ്പോഴും ദ ലാംഗ്വേജ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇസ് ഇമേജറി. പലപ്പോഴും ഇമേജസ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇന്നലെ രാവിലെ കണ്ട ഒരു സ്വപ്നത്തിൻ്റെ അർത്ഥവും കാര്യങ്ങളും പറഞ്ഞ് എങ്ങനെ സ്വപ്നത്തെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, ഐ സോ എ ടൈഗർ ഇൻ മൈ ഡ്രീം. എൻ്റെ സ്വപ്നത്തിൽ ഞാനൊരു ടൈഗറിനെ കണ്ടു. ആ ടൈഗറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ I was trying to explain to them how to discern it. ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം, ഇതിനെ എങ്ങനെ നേരിടണം, ഇതിൽ നിന്ന് എങ്ങനെ ജയിക്കണം, ഞാൻ എങ്ങനെയാണത് പഠിച്ചത്. പരിശുദ്ധാത്മാവ് എന്നെ നയിച്ച ഒരു ജേർണി ഞാൻ ഇന്നലെ പ്രെയർ മിനിസ്ട്രിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാനൊരു വാക്കിങ്ങനെ പറഞ്ഞു, പലരും സ്വപ്നം കണ്ടാൽ ദേ ആർ വെരി ഹാപ്പി. ഞാൻ ടൈഗറിനെ കണ്ട അന്ന് എനിക്ക് മനസ്സിലായി, എവിടെയോ സഭയ്ക്കകത്ത് ഒന്നി ത്രൂ സർജറി, ശരീരത്തെ കീറിമുറിക്കുന്നതിൽ ഒരു സർജറി ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിൽ കൂടെ രക്തം വാർന്നു പോകുന്നത് പോലെ ആയിരിക്കും, ഇല്ലെങ്കിൽ certain things that I discussed there. ഇപ്പം ഞാൻ പറയാൻ സമയമെടുക്കുന്നില്ല. അങ്ങനെയുള്ള അറ്റാക്കിനെ കാണിക്കുന്ന ഒരു ഇമേജറിയാണ് കടുവയെ കാണുന്നത്, ടൈഗറിനെ കാണുന്നത് എൻ്റെ സ്വപ്നങ്ങളിൽ. എല്ലാവർക്കും അതേ ഭാഷയാകണം എന്നില്ല. ഞാൻ എപ്പോഴെങ്കിലും ഒരു ടൈഗറിനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഐ നോ വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഇൻ ദ നെക്സ്റ്റ് 3 or 4 days. അടുത്ത 3-4 ദിവസങ്ങൾക്കകം എന്താണ് അതിൻ്റെ പരിണിത ഫലം എന്നെനിക്ക് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അഭ്യസിച്ചറിഞ്ഞതിനാൽ ഐ നോ വാട്ട് ഹാപ്പൻസ്. അതുകൊണ്ട് തന്നെ I was telling them, പലരെയും പക്ഷേ ദൈവാത്മാവ് കാണിച്ചു കാണും, പക്ഷേ അവർ സന്തോഷിക്കുകയാണ്. ബെന്നർഘട്ട സൂ വരെ പോയി ടൈഗർ കാണേണ്ട ആവശ്യമില്ലാതെ സ്വപ്നത്തിൽ തന്നെ കണ്ടല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. Don't do that mistake. When the Lord shows you an imagery, അതിൻ്റെ അകത്തൊരു അർത്ഥമുണ്ട്. എന്ന് പറഞ്ഞതുപോലെ ദൈവം പലപ്പോഴും നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എങ്ങനെയാണ് നമ്മളുടെ സെറ്റ് ടൈം ഓഫ് എ ഫേവർ, നമ്മളുടെ കൃപയുടെ സമയം വരുന്നത്. പലരും അത് തിരിച്ചറിയാറില്ല. ഇപ്പോൾ സമയം വന്നിരിക്കുകയാണ്. Can you please display that word again? The set time to favor her has come. അത് കർത്താവ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കും. അഭ്യസിച്ച് ചിലർ പഠിച്ചിരിക്കും. സോ ഇവിടെ വായിക്കുന്നത് the time has come, the set time has come. ദൈവത്തിൻ്റെ സമയം വന്നു കഴിഞ്ഞു. പക്ഷേ there's a problem. Until you arise and have mercy, ദൈവം എഴുന്നേറ്റ് കരുണ കാണിക്കാത്തിടത്തോളം the set time of favor, അത് ദൈവത്തിൻ്റെ ആ കൃപ കാണിക്കുന്ന സമയം ജീവിതത്തിൽ വെളിപ്പെട്ട് വരത്തില്ല. സമയമായെങ്കിലും അതിൻ്റെ നന്മകൾ ജീവിതത്തിൽ വെളിപ്പെട്ട് വരത്തില്ല. നമ്മളുടെ പ്രശ്നം, we do not know how to activate the mercy. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ മനസ്സലിവിനെ എങ്ങനെ ഉണർത്തണം എന്നറിയത്തില്ല. പലരുടെയും ജീവിതത്തിൽ ആ മനസ്സലിവിനെ ഉണർത്തണമെങ്കിൽ, കരുണയെ ഉണർത്തണമെങ്കിൽ we either need to go through a challenge, ഒരു വലിയ പ്രശ്നത്തിൽ കൂടെ പോകും, maybe a huge big sinful incident in life. ജീവിതത്തിൽ ദാവീദിൻ്റെ ഒരു അനുഭവം പോലെ ഭയങ്കര ഒരു പാപത്തിൽ വീണു. പിന്നെ പ്രാർത്ഥിക്കത്താവേ മനസ്സലിയണം, എന്നോട് ക്ഷമിക്കണം, മനസ്സലിയണം. കാര്യം എന്താണ്? പാപത്തിൽ പോയി വീണു. ഇല്ലെങ്കിൽ ഒരു വലിയ ആപത്തിൽ പോയി വീണു. ആപത്തിലായി, ഒന്നിൽ ഒരു റോഡ് ആക്സിഡന്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ വലിയ വിപത്തായിരിക്കും. You got into major crisis. Then you say, Lord have mercy upon me. എന്നോട് മനസ്സലിയണം. അങ്ങനെ ചുരുങ്ങിയ ചില സന്ദർഭങ്ങളിൽ മാത്രമേ ദൈവത്തിൻ്റെ കരുണയും മനസ്സലിവിനെയും ഉണർത്തുവാൻ നമ്മൾക്കറിയത്തുള്ളൂ. പക്ഷേ ബൈബിൾ പറയുകയാണ്, മനസ്സലിവിനെ ഉണർത്തുവാൻ അറിയാത്തിടത്തോളം സെറ്റ് ടൈം ഓഫ് ഫേവർ, കൃപയുടെ സമയം വന്നാലും, മറിയേ നിന്റെ ജീവിതത്തിൽ ആ ഗ്രേറ്റ് ഫേവറിൻ്റെ സമയമായി കഴിഞ്ഞു. അതിനെ ഉണർത്തുവാൻ അറിയാത്തിടത്തോളം ഒരു ദൂതനും നിന്റെ ജീവിതത്തിൽ വരത്തില്ല. ദാനിയേലേ, നിന്റെ ജീവിതത്തിൽ ആ സെറ്റ് ടൈം ടു ഫേവർ ഹാസ് കം. പക്ഷേ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഉണർത്തുവാൻ നീ പഠിക്കാത്തിടത്തോളം ആ ഫേവർ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടത്തില്ല. എൻ്റെ പദ്ധതി ആണെങ്കിൽ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നീ ഉൾപ്പെട്ടവനാണെങ്കിൽ ദൈവം നമ്മളെ അഭ്യസിപ്പിച്ചിരിക്കുകയും ചെയ്യും. സോ ദൈവത്തിൻ്റെ മനസ്സലിവിൽ നീ എഴുന്നേറ്റ്, യു വിൽ അറൈസ് ആൻഡ് ഹാവ് മർസി. ദൈവത്തിൻ്റെ കരുണ ഉണർത്തുവാനും ആ കരുണയിൽ കർത്താവ് എഴുന്നേറ്റ് നമ്മൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാനും. മർസി ഈസ് ആൻ ഇമോഷൻ, വികാരമാണ്. മനസ്സലിവ് എന്നുള്ളത് ഒരു വികാരമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഗ്രേസ് ഇസ് നോട്ട് ആൻ ഇമോഷൻ. കൃപ എന്നുള്ളത് വികാരമല്ല. കൃപ എന്നുള്ളത് മനസ്സിൻ്റെ അകത്ത് ഉരുത്തിരിക്കുന്ന ഏതോ ഒരു അനുഭവമല്ല. ഗ്രേസ് ഇസ് എ സ്പിരിച്വൽ മെറ്റീരിയൽ. നദിയിൽ നിന്നും വെള്ളം വരുന്നത് പോലെ സ്വർഗത്തിൽ നിന്നും ദൈവം പകരുന്നതാണ് കൃപ എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് എ സ്പിരിച്വൽ സബ്സ്റ്റൻസ് ദാറ്റ് cannot be measured. അളക്കുവാൻ കഴിയാത്ത, മെട്രിക്സ് ഇല്ലാത്ത, നമ്മൾക്ക് ഫിസിക്കൽ ലോകത്തിൽ പരിശുദ്ധാത്മാവിനെ ആർക്കും അളക്കുവാൻ സാധിക്കത്തില്ല. പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് മനസ്സിൻ്റെ അകത്തുരുത്തിരുന്ന വികാരമല്ല, പരിശുദ്ധാത്മാവ് ഒരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധാത്മാവിനെ നമ്മളുള്ളിൽ പകരും.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ പകരണം എന്ന് പറഞ്ഞാൽ അളക്കുവാൻ കഴിയുന്ന മെട്രിക്സിൽ കിലോഗ്രാം, കിലോവാട്ട് മെഷർ ചെയ്യുന്ന അളവിൽ ഉള്ള ഒരു സംഭവമല്ല പരിശുദ്ധാത്മാവ്. എങ്കിലും പരിശുദ്ധാത്മാ വികാരമല്ല, വിചാരമല്ല, അളക്കുവാൻ കഴിയാത്ത ഏതോ ഒരു ചിന്തയല്ല, പകരം ഹോളി സ്പിരിറ്റ് ഇസ് എ റിയാലിറ്റി എന്ന് പറഞ്ഞതുപോലെ ആത്മശക്തിയോ പരിശുദ്ധാത്മാവോ വിശ്വാസമോ പകരപ്പെടുന്നത് പോലെ ഉയരത്തിൽ നിന്ന് വരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. വികാരമല്ല കൃപ, പക്ഷേ മനസ്സലിവും കരുണയും വികാരമാണ്. ഇറ്റ്സ് എ ഇമോഷൻ. ആ വികാരത്തെ ഉണർത്തുവാൻ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയിൽ ജോൺ ബാസ്റ്റർ ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞു, നോ ഗോഡ്, ദൈവത്തെ അറിയണം, അണ്ടർസ്റ്റാൻഡ് ഹിം, അവനെ തിരിച്ചറിയണം, അവനെ ഗ്രഹിക്കണം. നോ ഹിം, റെക്കഗ്നൈസ് ഹിം, അണ്ടർസ്റ്റാൻഡ് ഹിം. ഈ 3 വാക്കുകൾ വളരെ വ്യത്യസ്തമായ അർത്ഥങ്ങളാണ്. ചിലർക്ക് കർത്താവിനെ പരിചയപ്പെടുവാൻ സാധിക്കും, ചിലർക്ക് കർത്താവിനെ തിരിച്ചറിയുവാൻ സാധിക്കും, ചിലർക്ക് കർത്താവിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും, കർത്താവിൻ്റെ സാന്നിധ്യം റെക്കഗ്നൈസ് ചെയ്യുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അതിൻ്റെ ശക്തമായ തലങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് റെക്കഗ്നൈസ് ചെയ്യാം. പലപ്പോഴും അല്ലാത്തപ്പോൾ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. ആദ്യത്തെ സർവീസിൽ ഞാൻ ഡോക്ടർ ചോയുടെ ഒരു അനുഭവ സാക്ഷ്യം പറഞ്ഞു. ഡോക്ടർ ചോ പറഞ്ഞു, പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മ ആചരിക്കുവാൻ പലപ്പോഴും കഴിയാത്തതിൻ്റെ കാരണം വി ആർ നോട്ട് അവെയർ ഓഫ് ഹിസ് പ്രസൻസ്. എൻ്റെ കൂടെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഐ എം അവെയർ ഓഫ് ഹിസ് പ്രസൻസ് ബിക്കോസ് ഓഫ് സൈറ്റ്. കാഴ്ചയാൽ എനിക്കറിയാം എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരനോട് കാഴ്ചയാൽ ഞാൻ ബോധവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് ഐ ക്യാൻ ഹാവ് എ ഫെലോഷിപ്പ്, കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കും. എങ്കിലും എൻ്റെ കൂടില്ലാത്ത പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് എനിക്ക് ബോധ്യമില്ലാത്തതിനാൽ എനിക്ക് കൂട്ടായ്മ ആചരിക്കുവാൻ സാധിക്കത്തില്ല. സോ വാട്ട് ഡിഡ് യു ഡു? താൻ പറഞ്ഞു, ഞാനൊരു ഭയങ്കര റാഡിക്കൽ ഒരു കാര്യം ചെയ്തു. എൻ്റെ സഭയിൽ ഞാനൊരു കസേര കൊണ്ടിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ കസേരയിൽ മനുഷ്യരാരും ഇരിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഈ കസേര പരിശുദ്ധാത്മാവിനുള്ളതാണ്. എന്താ, പരിശുദ്ധാത്മാവ് കസേരയിലാണോ ഇരിക്കുന്നത്? നോ, ഡോക്ടറിൻ്റെ ഇഷ്യൂ അല്ല, ഹെബിച്വൽ ആകുവാൻ, അതിനെക്കുറിച്ച് ജീവിതത്തിൻ്റെ സ്വഭാവങ്ങളിൽ ഒരു യാഥാർത്ഥ്യമായി വരുവാൻ താൻ പറഞ്ഞു, ഞാൻ കസേര അവിടെ ഇട്ടു. എന്നിട്ട് പല നാളുകൾ ആ കസേര കാണുമ്പോൾ I'm like, okay, Holy Spirit, thank you for being here. പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വത്തെ അംഗീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ ആചരിക്കുവാൻ ഒരു എക്സസൈസ് താൻ ചെയ്തു എന്ന് പറഞ്ഞത് താൻ പറയണം. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയുവാൻ, പരിശുദ്ധാത്മാവിനെ റെക്കഗ്നൈസ് ചെയ്യുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം റെക്കഗ്നൈസ് ചെയ്യുവാൻ അഭ്യസിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കസേര അവിടെ നിന്ന് എടുത്ത് മാറ്റി. കാര്യം പരിശുദ്ധാത്മാവ് കസേരയിൽ ഇരിക്കുവാനല്ല, പകരം പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഓർപ്പിക്കുവാൻ താൻ ഒരു എക്സസൈസ് ചെയ്താണ്. ലെറ്റ് മീ ആസ്ക് യു, നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് തിരിച്ചറിയാത്തതിനാൽ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾക്കില്ല. വി ഡോണ്ട് ഹാവ് ദ ഫെലോഷിപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ആ പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഉണർത്തുവാൻ സാധിക്കും. ഓൾറൈറ്റ്, ദൈവത്തെ തിരിച്ചറിയണം, അണ്ടർസ്റ്റാൻഡ് ഹിം. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ. വിൽ കം ബാക്ക് ടു ദിസ്. ദാറ്റ് ഈസ് ജെറമയ ചാപ്റ്റർ നമ്പർ 9, യെരമ്യാ പ്രവചനം 9-ാം അധ്യായം 29-ാം വാക്യം. പ്രശംസിക്കുന്നവന് യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചിരിക്കുന്നതിനാൽ തന്നെ പ്രശംസിക്കട്ടെ. Alright, he who glories, പ്രശംസിക്കുന്നവൻ, what must he glory in? In this, that he understands me. ഒന്ന്, എൻ്റെ വ്യക്തിത്വം, എൻ്റെ സ്വഭാവം, എൻ്റെ മനസ്സലിവ് എവിടാണ് ഉണരുന്നത്, എൻ്റെ കോപം എവിടാണ് ഉണരുന്നത് എന്ന് അണ്ടർസ്റ്റാൻഡ് മീ, എന്നെ മനസ്സിലാക്കണം. ബഥൽ ചർച്ചിലുള്ളവർ എന്നെ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ കൂടെ സമയം ചെലവഴിക്കണം. ചിലത് വരുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലത് വരുമ്പോൾ ഐ ഗെറ്റ് വെരി ഹാപ്പി, ചില കാര്യങ്ങൾ നടക്കുമ്പോൾ ഐ എം എക്സ്ട്രീംലി ജോയ്ഫുൾ, ചിലത് വരുമ്പോൾ ഐ എം എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റഡ്. സോ ഇവൻ എന്തോ ഇഷ്ടമുള്ളത് എന്ന് നിങ്ങൾ തിരിച്ചറിയണമെങ്കിൽ യു ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് മീ. കർത്താവ് പറയുകയാണ്, യു അണ്ടർസ്റ്റാൻഡ് മീ. എവിടാണ് എൻ്റെ മനസ്സലിവ് വരുന്നത്, എവിടാണ് എൻ്റെ കോപം ഉയരുന്നത്, എവിടാണ് എനിക്ക് ഇഷ്ടമുള്ളത്, എന്താണ് എനിക്ക് ഇഷ്ടമില്ലാത്തത് എന്ന് നിങ്ങൾ പ്രസംഗം കേട്ടങ്ങ് പോയാൽ മാത്രം പോരാ. ലേൺ ദ വേർഡ്, വചനം പഠിക്കുക, എൻ്റെ വചനം ധ്യാനിക്കുക, മാത്രമല്ല എന്നോട് സമയം ചെലവഴിക്കുക. then you will know, you will understand me. ഒന്ന്, പ്രശംസിക്കുന്നവൻ he understands me. Number 2, he knows me. എന്നെ വ്യക്തിപരമായി അറിയാമെന്ന്. എനിക്ക് പലരുടെയും സ്വഭാവങ്ങൾ അറിയാം, പക്ഷെ എനിക്ക് വ്യക്തിപരമായി അവരുമായിട്ട് ഒരു പരിചയവുമില്ല. നമ്മുടെ നാഷണൽ ലെവലുള്ള പ്രൈം മിനിസ്റ്റർ മുതൽ പ്രസിഡൻറ്റ് മുതൽ നമ്മളുടെ രാജ്യത്തിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ്, അവരെക്കുറിച്ചുള്ള ന്യൂസ് ആർട്ടിക്കിൾസ്, അവരെക്കുറിച്ചുള്ള വിക്കിപീഡിയ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ളത്, അവർക്ക് ഇഷ്ടമില്ലാത്തത്, അവരുടെ പല കാര്യങ്ങളെക്കുറിച്ച് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷേ എനിക്ക് അവരുമായിട്ടൊരു പരിചയവുമില്ല. വേറെ ഇവിടെ ഇരിക്കുന്ന പലരെയും എനിക്ക് പരിചയമുണ്ട്. കർത്താവ് പറയുകയാണ്, ഹി ഷുഡ് അണ്ടർസ്റ്റാൻഡ് മീ, എന്നെ അവർ ഗ്രഹിക്കണം. 2, ഹി ഷുഡ് നോ മീ, എന്നെ വ്യക്തിപരമായി പരിചയപ്പെടണം, അതിൽ പ്രശംസിക്കണം. 3, പേഴ്സണലി, പ്രാക്ടിക്കലി, ഡയറക്ട്ലി ഡിസേർണിങ് ആൻഡ് റെക്കഗ്നൈസിങ് മൈ ക്യാരക്ടർ. എൻ്റെ സ്വഭാവം നിങ്ങൾ മനസ്സിലാക്കണം.
that I am the Lord who practices mercy, judgment and righteousness in the earth. എൻ്റെ സ്വഭാവം എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടെ വായിച്ചാട്ട് സിസ്റ്റർ പ്ലീസ്, ആ വാക്യം ഒന്നുകൂടെ വായിച്ചാട്ട്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും. താങ്ക് യു. ഒന്ന് നിർത്തി വായിച്ചെങ്കിൽ. ഒന്ന്, ദയ. നമ്മളുടെ പലരുടെയും വിചാരം ദൈവം വിശുദ്ധനാണ്. ബൈ ദ വേ ലെറ്റ് മീ ടെൽ യു, അത് ആ വാക്യം എടുത്ത് പറയാൻ കാര്യമുണ്ട്. എന്നെൻ്റെ നോട്ട്സിൽ ഞാൻ ഇന്നലെ വൈകിട്ട് വരെ അതില്ലായിരുന്നു, ഇന്ന് രാവിലെ ഞാൻ എഡിറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. മെർസി ഇസ് നോ ഓൾട്ടർനേറ്റ് ഫോർ ഹോളിനെസ്. ദൈവത്തിൻ്റെ മനസ്സലിവിനെ കുറിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ പ്രേസ് ദ ലോർഡ്, മനസ്സലിവുള്ള ദൈവം. അതുകൊണ്ട് വിശുദ്ധിയിൽ അല്പം കോംപ്രമൈസ് ചെയ്യാം എന്ന ധാരണ ആർക്കും വരല്ല. ഡോണ്ട് ഗോ ഓഫ് ടാൻജന്റ്, വഴി മാറി ആരും പോകരുത്. ഒടുവിൽ ഞാൻ പ്രസംഗിച്ചത് ആർക്കും കെണിയായി തീരാതിരിക്കുവാൻ ഈ ഒരു വാർണിംഗ് പറയാൻ വേണ്ടി മാത്രമാണ് വീണ്ടും ഈ വാക്യം വായിപ്പിച്ചത് ഞാൻ പറഞ്ഞത്. ഒരു വശത്ത് ദൈവത്തിൻ്റെ മനസ്സലിവിനെ നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കണം. മനസ്സിലാക്കിയാൽ നമ്മൾ അടുത്തൊരു വ്യക്തിയെ കല്ലെറിയുവാൻ പോകത്തില്ല. മാത്രമല്ല ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ തെറ്റിപ്പോകത്തില്ല. മറുവശം അതിൻ്റെ മുൻപിൽ ബോൾഡ് ലെറ്റേഴ്സിൽ അടിവരയിട്ട് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ പറയട്ടെ, ആ മനസ്സലിവ് ഇസ് നോ കോംപ്രമൈസ് ഫോർ ഹോളിനെസ്. വിശുദ്ധിയിൽ യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കുന്നവനല്ല നമ്മളുടെ ദൈവം. വിശുദ്ധനാണ്. There is no compromise. How do we balance? How do we reconcile? ഈ രണ്ടാശയങ്ങൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും? അവിടെ വീണ്ടും വരാൻ പരിശ്രമിക്കാം. വായിച്ചാട്ട് സിസ്റ്ററെ പ്ലീസ്. ദയയും ന്യായവും, ജസ്റ്റിസ്, ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു. ഈ മൂന്ന് കാര്യങ്ങൾ വെരി ഡിഫിക്കൽട്ട് ടു ഗോ ടുഗദർ. ഒരിക്കൽ ഒരു ജഡ്ജിൻ്റെ മുൻപിൽ തൻ്റെ മകൻ ഒരു കുറ്റവാളിയായി വന്നു നിന്നു. ഓൺ ദ വൺ ഹാൻഡ് ദ ഫാദർലി ഹാർട്ട്, തൻ്റെ പിതാവിൻ്റെ ഹൃദയം മനസ്സിനെ കണ്ടപ്പോൾ അലിയുവാനിടയായി. മറുവശം ഒരു ന്യായാധിപതിയുടെ ചുമതല, താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം, താൻ ഇരിക്കുന്ന ഇരിപ്പിടം ന്യായാധിപതിയുടെ ആകിയാൽ നീതിക്ക് വിട്ടുവീഴ്ച കാണിക്കാനും സാധിക്കത്തില്ല. ഞാൻ ആ കഥ കേട്ടിട്ടുണ്ട്. നമ്മളിൽ മിക്കവാറും എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ആ കഥ ഇങ്ങനെയാണ് പോകുന്നത്. ഇറ്റ്സ് എ വെരി ഫേമസ് നോവൽ, ഐ ഗെസ്. നോവലാണോ ഒരു ഷോർട്ട് സ്റ്റോറിയാണോ എവിടോ നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ആ പിതാവ് താൻ മരണശിക്ഷ അതിൽ എഴുതി വെച്ചിട്ട്, ആ വിധിയിൽ മരണശിക്ഷ, തൻ്റെ സ്വന്തം പുത്രനെ മരണശിക്ഷയ്ക്ക് വിധിച്ചിട്ട്, കഥയിൽ ആ സ്റ്റോറി റൈറ്റർ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ആ കുപ്പായം, തൻ്റെ ജഡ്ജിൻ്റെ വസ്ത്രം മാറ്റിവെച്ചിട്ട് താൻ പറഞ്ഞു, മകനെ, നിനക്കായി ഞാൻ മരിക്കുകയാണ്. പക്ഷേ ഇനിയും നിനക്കൊരു പിതാവ് ശേഷിച്ചിട്ടില്ല എന്നോർത്ത് ഇനിയും നിൻ്റെ ജീവിതം ഇത്തരത്തിലുള്ള കുറ്റത്തിന് വിടല്ല. നൗ ഐ ഗിവ് മൈ ലൈഫ് ഫോർ യു. ഇനിയും നിനക്ക് വേണ്ടി അങ്ങനെ ജീവൻ തരാൻ മറ്റൊരു വ്യക്തി ശേഷിച്ചിട്ടില്ല. ഇറ്റ്സ് എ സെക്കുലർ സ്റ്റോറി. ആ സ്റ്റോറിയിൽ ആ എഴുത്തുകാരൻ ഇങ്ങനെയാണ് പറയുന്നത്, തൻ്റെ പിതാവിൻ്റെ മനസ്സലിവ് ഒരു വശത്തുണ്ടെങ്കിലും നീതിക്ക് വിട്ടുവീഴ്ച കാണിക്കുവാൻ സാധിക്കത്തില്ല. നീതിയും മനസ്സലിവും കരുണയും ഒരിക്കലും ഒരുമിച്ച് പോകത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ നീതിക്ക് വിട്ടുവീഴ്ച കാണിക്കാതെ മനസ്സലും രണ്ടും കൂടെ ചേർന്ന് പോകുന്ന ജ്ഞാനിയായ ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. അത് രണ്ടും ഒരുപോലെ മനസ്സിലാക്കണം. സോ മറുവശത്തോടെ അധികം ഊന്നി സംസാരിക്കുമ്പോൾ അവിടെ ആരും കുടുങ്ങിപ്പോകാതിരിക്കുവാൻ, കെണിയാകാതിരിക്കുവാൻ ആദ്യത്തെ വശം ഞാൻ തറപ്പിച്ചുറപ്പിച്ചങ്ങ് പറയട്ടെ. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വ്യക്തിയുടെ ജീവിതം, ബethel സഭയിൽ വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധിയും വേർപാടുമില്ലാതെ, ഭയമില്ലാതെ തിരുമേശയിലേക്ക് കരം നീട്ടിയപ്പോൾ ഞാൻ ചോദിച്ചൊരു ചോദ്യമായിരുന്നു, ഈ തരത്തിൽ തിരുമേശ എടുത്തിട്ട് തിരിച്ചടിയില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ പോകുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഈ ദൈവത്തെ ഞാൻ എന്തിനു സേവിക്കണം? എൻ്റെ ടീനേജിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമാണ്. എൻ്റെ ടീനേജിൽ ആ വ്യക്തിയെ ഞാൻ കണ്ടു. ആ വ്യക്തി വല്ലാത്ത ജീവിതശൈലി നടപ്പാക്കിയപ്പോൾ തന്നെ കർത്താവിൻ്റെ തിരുമേശയിൽ നിന്നും കരം നീട്ടിയെടുക്കുവാൻ തുനിഞ്ഞു. ആൻഡ് ഐ വാസ് വെരി അപ്സെറ്റ്. ഞാൻ ഡാഡിയോട് ചോദിച്ചു, വാട്ട് ഇസ് ദിസ്? ഞാൻ എങ്ങനെ ഈ ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കുന്നത്? ഡാഡി പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ചില നാളുകൾ കഴിഞ്ഞപ്പോൾ, ഞാനിവിടെ പറഞ്ഞിട്ടുള്ളവർ ആവർത്തിക്കട്ടെ, ചില നാളുകൾ കഴിഞ്ഞപ്പോൾ ഐ സോ സംതിങ് വെരി സൂപ്പർബ്. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, പക്ഷേ ദൈവത്തിൻ്റെ നീതിയിൽ, ദൈവത്തിൻ്റെ കരുണയിൽ, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുൻപിൽ ഒറ്റയ്ക്ക് അക്രൈസ്തവ മാർഗത്തിൽ നിന്നും കർത്താവിന് വേണ്ടി വന്നവരുടെ മുൻപിൽ 1% നിന്ദിക്കാതെ മാനിക്കേണ്ടതുപോലെ മാനിച്ച്, പക്ഷേ മലയാളത്തിൽ പറയും ചുട്ട കോഴിയെ പറപ്പിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈറ്റിലും നിലയിലും നൃത്തത്തിലെന്ന് പറയും. ആ ലെവലിൽ ആളിനെ ഇട്ട് കർത്താവ് വിതച്ചത്
കൊയ്യുന്നത് പോലെ കർത്താവ് കൊടുത്തത് ഞാൻ കണ്ടിട്ടുള്ളത്. ഗോഡ്സ് വിസ്ഡം, ദൈവത്തിൻ്റെ ജ്ഞാനം ഇസ് ഇൻക്രെഡിബിൾ. ആർക്കും ആരാഞ്ഞറിയുവാൻ സാധിക്കത്തില്ല. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവം ഒരു കാര്യം ചെയ്തു, ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ ദൈവം ഒരു കാര്യം ചെയ്തു. കരുണ കാണിച്ചു. നാട്ടുകാരുടെ മുൻപിൽ, വീട്ടുകാരുടെ മുൻപിൽ നിന്ദിക്കാതെ നീ യേശുവിനെ സേവിക്കാൻ പോയിട്ട് ഇതാണല്ലോ നിനക്ക് സംഭവിച്ചത് എന്ന് ആർക്കും ചോദ്യം ചെയ്യുവാൻ അവസരം കൊടുക്കാതെ, മറുവശത്ത് ജീവിതത്തിൽ ജീവിച്ചിരിക്കാൻ തന്നെ ഒരു അത്ഭുതമാണ് എന്നുള്ള രീതിയിൽ കർത്താവിൻ്റെ ജ്ഞാനം വരച്ചു കാട്ടുന്നത് എൻ്റെ ആയുസ്സിൽ ഈ സഭയിൽ ഞാൻ കണ്ടിട്ടുള്ളത്. സോ അതൊരു മുൻകൂർ ജാമ്യം എടുത്ത് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ നീതി ഉണ്ട്, ദൈവത്തിൻ്റെ വിശുദ്ധി ഒരു യാഥാർത്ഥ്യമാണ്. നീ വിതച്ചത് തന്നെ കൊയ്തിരിക്കും. ടൊമാറ്റോ വിതച്ചിട്ട് പൊട്ടറ്റോ ആരും കൊയ്യത്തില്ല. ടൊമാറ്റോ വിതച്ചാൽ ടൊമാറ്റോ തന്നെ കൊയ്യും. ടൊമാറ്റോയുടെ വിത്ത് വിതച്ചിട്ട് ഒന്ന് വിതച്ചു ഒന്ന് കിട്ടി എന്നാരും പറയത്തില്ല. ഒന്ന് വിതച്ചാൽ 10, 20, 30, 60, 100 മേനിയുമാണ് കൊയ്യുന്നത്. സോ വാട്ട് യു സോ, ഞാൻ ഇത്രയൊന്നും ചെയ്തില്ലല്ലോ, ഞാൻ ഇത്രയൊന്നും എന്തോ ചെയ്തു കർത്താവ്, ഇത്രയും ആരെ നീ ഒന്നിട്ടാൽ ഡോണ്ട് ഫൊർഗെറ്റ്, ഒന്നിട്ടാൽ ഒന്നാരും കൊയ്തെടുക്കത്തില്ല, അധികമേ കൊയ്തെടുക്കത്തുള്ളൂ. 30, 60, 100 മേനിയും കൊയ്തെടുക്കുന്നതാണ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് സോയിങ് ആൻഡ് റീപ്പിംഗ്. വിതയ്ക്കുകയും കൊയ്യുകയും ചെയ്യുന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ആരും മറക്കല്ല. ദൈവം നിയമിച്ചിരിക്കുന്ന നിയമത്തിൻ്റെ ഭാഗമാണ്. അതൊരു വശത്തിരിക്കുമ്പോൾ മറുവശം പറയട്ടെ, ആ ഗാഡ് ഇസ് എ മെർസിഫുൾ ഗാഡ്. മനസ്സലിവിനെ ഉണർത്തുവാൻ അറിയാമെങ്കിൽ ദ സെറ്റ് ടൈം ഓഫ് ഫേവർ, നമ്മൾക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന സമയങ്ങൾ കൃത്യമായി കർത്താവ് നമ്മൾക്ക് വേണ്ടി സാധിപ്പിച്ചു തരും. മെർസി ഈസ് നോ ആൾട്ടർനേറ്റ് ഫോർ ഹോളിനെസ്. ദൈവത്തിൻ്റെ മനസ്സലിവുണ്ട്, അതുകൊണ്ട് അല്പം പാപം ചെയ്യാം എന്നാരും വിചാരിക്കരുത്. ഒന്ന് വായിച്ചാട്ട് 89-ാം സങ്കീർത്തനം 14-ാം വാക്യം. മെർസി ഈസ് നോ ആൾട്ടർനേറ്റ് ഫോർ ഹോളിനെസ്. 89-ാം സങ്കീർത്തനം 19-ാം വാക്യം. നീതിയും ന്യായവും നിന്റെ സിംഹാസനത്തിന്റെ അടിസ്ഥാനമാണ്. നീതിയും ന്യായവും, റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ് are the foundation of your throne. നിന്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. ആരും വിചാരിക്കല്ല ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കുന്ന ഒരു പ്രവൃത്തിയും കർത്താവ് ചെയ്യത്തില്ല. ഐ റിപ്പീറ്റ്, ശ്രദ്ധിച്ചു കേൾക്കണം. എൻ്റെ ജീവിതത്തിലോ ആരുടെ ജീവിതത്തിലും ആർക്കു വേണ്ടിയും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കുന്ന പരിപാടി കർത്താവ് ചെയ്യത്തില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ കരഞ്ഞ് നിലവിളിച്ചാൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനത്തെ ഇളക്കുവാൻ ദൈവം വിട്ടുവീഴ്ചകൾ കാണിക്കുകയില്ല. നിങ്ങൾ എത്ര അലറിക്കരഞ്ഞാലും, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടെ പോയാലും ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. നമ്മൾ ആരും മറ്റൊരാളോട് കരുണ തോന്നിയിട്ട് നമ്മളുടെ വീടിൻ്റെ അടിസ്ഥാനം എടുത്ത് കളയത്തില്ല. കാര്യം നമ്മളുടെ വീടിൻ്റെ അടിസ്ഥാനം എടുത്തു കളഞ്ഞാൽ പിന്നെ അതിന് സ്ഥിരതയില്ല. ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ ഫൗണ്ടേഷൻ, അടിസ്ഥാനം നീതിയും ന്യായവുമാണ്. ആരും ദൈവത്തിൻ്റെ ന്യായത്തെയും നീതിയെയും ചോദ്യം ചെയ്യരുത്. ദാറ്റ് ഈസ് ദേർ. നമ്മൾ ഇത് ദൈവത്തിൻ്റെ നീതിയാണോ? ഇത്രയും കഷ്ടത, ഇത്രയും പങ്കപ്പാടുകൾ, ഇത്രയും വേദന ആൾക്കാർ അനുഭവിക്കുന്നു, ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ കൂടെ പോകുന്നു. വേർ ഇസ് ദ ജസ്റ്റിസ് ഓഫ് ഗാഡ്, വേർ ഇസ് ദ റൈച്ചസ്നെസ് ഓഫ് ഗാഡ്? ദൈവത്തിൻ്റെ നീതി എവിടെ, ദൈവത്തിൻ്റെ ന്യായം എവിടെ? നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തൊരു യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കണ്ടാലും ദൈവത്തിൻ്റെ വചനം പറയുന്നു നീതിയും ന്യായവും ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനമാണ്. ഐ ബിലീവ് ദാറ്റ്. അടുത്ത ഭാഗം കൂടെ വായിച്ചാട്ട്. ദയയും വിശ്വസ്തതയും നിനക്ക് മുൻപായി നടക്കുന്നു. Mercy and loving kindness and truth go before your face. നിന്റെ ഫേസ്, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ മനസ്സലിവുണ്ട്. ദാറ്റ്സ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ അടിസ്ഥാനങ്ങൾക്ക് വിട്ടുവീഴ്ച വരുത്താതെ ദൈവത്തിൻ്റെ നീതിയും ന്യായവും സൂക്ഷിക്കുമ്പോൾ തന്നെ ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ, ഫേസിൻ്റെ വെളിച്ചത്തിൽ ദൈവം മനസ്സലിവ് കാണിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ അങ്ങോട്ട് അധികം ഇപ്പോൾ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ഓഫ് ടാൻജന്റ്. ദർ ഇസ് എ സേവിങ് മെർസി. നമ്മളെ രക്ഷിക്കുന്ന ഒരു കരുണയുണ്ട്. ദർ ഇസ് എ മെർസി, യു നോ അബൌട്ട്, ലെറ്റ്സ് സേ ടോക്ക് അബൌട്ട് ഗ്രേസ്. ഗ്രേസിൻ്റെ 2 തലങ്ങളുണ്ട്. നമ്മളിൽ പലരും, ആൻഡ് ഐ ഫീൽ ദാറ്റ് ഐ ഷുഡ് ടെൽ ദിസ് കാര്യം, നമ്മളിൽ പലരും സേവിങ് ഗ്രേസ്, നമ്മളെ രക്ഷിക്കുന്ന കൃപയിൽ മാത്രം നിൽക്കുന്നവരാണ്. ആൻഡ് ഐ വാണ്ട് ടു അർജ് യു, അവിടെ നിന്ന് ചിലരൊന്ന് മാറണം. രക്ഷിക്കുന്ന കൃപയുടെ പ്രത്യേകത നമ്മളുടെ കഷ്ടത്തിൽ, പ്രശ്നത്തിൽ, നിത്യമരണത്തിൽ നിന്നും നിത്യജീവനിലേക്കും, പ്രതിസന്ധിയിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വരുന്ന സേവിങ് ഗ്രേസ്, നമ്മളെ എങ്ങനെയോ രക്ഷ നൽകുന്ന ഗ്രേസ്. ഇതിൻ്റെ അകത്തിരിക്കുന്ന 99% ആൾക്കാരും ആ സേവിങ് ഗ്രേസില്, നമ്മളെ രക്ഷിക്കുന്ന കൃപയിലാണ് നമ്മളായിരിക്കുന്നത്. ബട്ട് ലെറ്റ് മീ അർജ് യു, ഈ മാസം മുതൽ ചിലരൊന്ന് മാറണം. കർത്താവേ, സേവിങ് ഗ്രേസിൽ നിന്നും എംപവറിങ് ഗ്രേസിലേക്ക് ഞാനൊന്ന് മാറണം. ചില ഗ്രേസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ അങ്ങ് എംപവർ ചെയ്യും, നമ്മളെ പ്രചോദിപ്പിക്കും. ഇറ്റ് എംപവേഴ്സ് us. Abundant grace, amazing grace. Amazing grace is saving grace. Amazing grace, ആ പാട്ട് നമുക്കറിയാം.
അമേസിംഗ് ഗ്രേസ് എന്ന വാക്യം എന്തായിരുന്നു? അമേസിംഗ് ഗ്രേസ്, ഹൗ സ്വീറ്റ് ദ സോങ് ദാറ്റ് സേവ്ഡ് എ റച്ച് ലൈക്ക് മീ. എന്നെപ്പോലെ ഒരു പാപിയെ രക്ഷിക്കുവാൻ വാട്ട് ആൻ അമേസിംഗ് ഗ്രേസ്. ആ സേവിങ് ഗ്രേസ്, എന്നെ പാപിയായിരുന്ന എനിക്ക് നിത്യജീവൻ തന്ന്, അന്യനായിരുന്ന ശത്രുവായിരുന്ന എന്നെ പ്രിയ പുത്രനാക്കി തീർത്ത ദൈവത്തിൻ്റെ അമേസിംഗ് ഗ്രേസ്, ദ സേവിങ് ഗ്രേസ്, അതിൻ്റെ അംശികളാണ് നമ്മൾ. അതാണെന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ തട്ടി കർത്താവിന് നന്ദി പറഞ്ഞാലും താങ്ക് യു ലോർഡ് ഫോർ ദാറ്റ് അമേസിംഗ് സേവിങ് ഗ്രേസ്. അവിടെ നിലനിൽക്കണം, തുടരണം, പക്ഷേ അവിടെ ഒതുങ്ങിപ്പോകല്ല, അവിടെ തന്നെ മുന്നേറണം. ചിലർ പറയണം ലോർഡ് താങ്ക് യു ഫോർ എ അമേസിംഗ് സേവിങ് ഗ്രേസ്, പക്ഷേ അവിടെ ഞാൻ തുടരത്തില്ല. ഐ നീഡ് ദാറ്റ് എംപവറിംഗ് ഗ്രേസ്. എൻ്റെ കൃപയിൽ എന്നെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം. ഫേവറിൽ എത്തിക്കുന്ന എംപവറിംഗ് ഗ്രേസിലേക്ക് എന്നെ കൊണ്ടുവരണം. ദൈവത്തിൻ്റെ ഫേവറിലേക്ക് എന്നെ സ്റ്റെപ്പ് അപ്പ് ചെയ്യിപ്പിക്കുന്ന, എന്നെ കയറ്റി നിർത്തുന്ന ദ സേവിങ് ഗ്രേസിൽ നിന്നും എംപവറിംഗ് ഗ്രേസ്, എന്നെ പ്രചോദിപ്പിക്കുന്ന, ശക്തീകരിക്കുന്ന ആ കൃപയിലേക്ക് എന്നെ കൊണ്ടുപോകണം. എന്ന് പറഞ്ഞതുപോലെ ദർ ഇസ് എ സേവിങ് മെർസി. നമ്മളെ രക്ഷിക്കുന്ന ഒരു മെർസിയുമുണ്ട്. അതാണ് പാപികൾക്ക് ആവശ്യം, അതാണ് രോഗികൾക്ക് ആവശ്യം, അതാണ് ആപത്തിലും വിപത്തിലും പെട്ടവർക്ക് ആവശ്യം, അതാണ് പാപത്തിൽപ്പെട്ടവർക്ക് ആവശ്യം, അതാണ് പരാജയത്തിൽപ്പെട്ടവർക്ക് ആവശ്യം. ദർ ഇസ് എ സേവിങ് മെർസി. നമ്മളെ രക്ഷിക്കുന്ന ഒരു ദയയുണ്ട്. എങ്കിലും ആ കരുണ ഉണ്ടെങ്കിലും, അത് നമ്മൾക്ക് ആവശ്യമാണെങ്കിലും, there is also another mercy that is not just saving mercy, നമ്മളെ രക്ഷിക്കുന്ന mercy മാത്രമല്ല, set time of favorലേക്ക് നമ്മളെ കടത്തുന്ന ദൈവത്തിൻ്റെ ഒരു കരുണയുണ്ട്. അത് പലരും ഇന്ന് ചിലരുടെ കണ്ണുകൾ കർത്താവ് അതിനെ തുറക്കാൻ പോകുകയും ഐ ഡിക്ലെയർ ഓവർ ദ ചർച്ച്, സഭയ്ക്ക് മീതെ ഞാൻ ആത്മാവിൽ പ്രഖ്യാപിക്കുകയാണ്, സേവിങ് ഗ്രേസിൽ, രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപയിൽ ആയിരിക്കുന്ന ചിലരോട് പറയട്ടെ, എൻ്റെ ദൈവം നിങ്ങളെ ചിലരെ ആ ദൈവത്തിൻ്റെ എംപവറിംഗ് മെർസി ആൻഡ് ഗ്രേസ്, ദൈവത്തിൻ്റെ ശക്തീകരിക്കുന്ന കൃപയിലേക്ക് അല്ല ഫേവറിലേക്ക് കടത്തുന്ന ഒരു മെർസി ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ആ യേശുവിൻ്റെ നാമത്തിൽ ഇതിൻ്റെ അകത്തേക്ക് ആത്മാവിൽ റിലീസ് ചെയ്യുകയാണ്. യേശുവിന്റെ നാമത്തിൽ അതിലേക്ക് ചിലർ കയറി വരട്ടെ. I repeat, ചിലർ അതിലേക്ക് കയറി വരട്ടെ. ഞാൻ ചില വ്യക്തികളെ നോക്കി പറയുക, കഴിഞ്ഞ 20 വർഷമായി 25 വർഷമായി സേവിങ് ഗ്രേസിൽ നിന്ന ചിലർ എംപവറിംഗ് ഗ്രേസിലേക്ക് ഈ മാസം കടന്നിരിക്കും. I just declare that. Thank you. ചിലർ റിസീവ് ചെയ്യുന്ന ചിലർക്കായി ഞാൻ നന്ദി പറയുന്നു കർത്താവേ. അത് ആത്മാവിൽ റിസീവ് ചെയ്യുന്ന ചിലർക്കായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ. Let them step up to the empowering mercy and grace. Hallelujah, hallelujah, hallelujah. Praise the Lord. Empowering mercy, empowering grace. So, ഈ mercy എങ്ങനെ ഉണർത്തിയെടുക്കുവാൻ സാധിക്കും? ഒന്ന്, ത്രൂ സാക്രിഫൈസ്. ഞാൻ വായിക്കുന്നതിൽ ആരെങ്കിലും വാക്യങ്ങൾ നോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ യു ക്യാൻ ജസ്റ്റ് നോട്ട് ദാറ്റ് ഡൗൺ. ഉൽപ്പത്തി പുസ്തകം 32 അധ്യായം അതിൻ്റെ 5 വാക്യത്തിൽ കിടപ്പുണ്ട്, ഹൗ സാക്രിഫൈസസ് ക്യാൻ ബ്രിങ് ഇൻ മെർസി. മനസ്സലിവിനെ, കരുണയെ ഉണർത്തുവാൻ യാഗങ്ങൾക്ക് സാധിക്കും. ഇന്ന് നമ്മൾ ആട്ടുകൊറ്റനെയോ ഇല്ലെങ്കിൽ കുറുമ്പ്രാവിനെയോ ഇല്ലെങ്കിൽ കാളക്കുട്ടിയോ ഒന്നും നമ്മൾ യാഗം കഴിക്കുന്നില്ല. നോ ആനിമൽ സാക്രിഫൈസസ്. ഓക്കെ, ദാറ്റ് ഐ മേ ഫൈൻഡ് മെർസി ആൻഡ് കൈൻഡ്നസ് ഇൻ യുവർ സൈറ്റ്. ഇത് പഴയ നിയമത്തിൽ യാക്കോബ് അനേക മൃഗങ്ങളെ യാഗമായി ഐ ഹാവ് സെന്റ് ടു ടെൽ മൈ ലോർഡ് ദാറ്റ് ഐ മൈ ഫൈൻഡ് മെർസി ആൻഡ് കൈൻഡ്നസ്. ഓക്കെ, ഈ വാക്യം ഒരു അളവിൽ ആശയം തെളിയിക്കുന്നതാണെങ്കിലും ഇതിനേക്കാൾ വ്യക്തമായി ഈ ആശയം തെളിയിക്കുന്ന വാക്യങ്ങളുണ്ട്. മേ ബി ഐ മിസ് ദറ്റ് റൈറ്റ് വേർഡ്സ് റെഫറൻസ്. ഇതും ആശയത്തിന് വിരോധമല്ല, എങ്കിലും യാഗങ്ങൾ സാക്രിഫിഷ്യലി പലതും ത്യാഗമനോഭാവത്തോടെ പലതും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഉണർത്തുവാൻ സാധിക്കും. ഞാനൊരു നല്ല ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കാം. ഒരിക്കൽ ഒരു നീതിയോടെ തൻ്റെ ചുമതലകൾ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസറിൻ്റെ ഒരിക്കൽ നടന്ന സംഭവമാണിത്. ബാംഗ്ലൂർ പട്ടണത്തിൽ നടന്ന സംഭവമാണ്. പോലീസ് ഓഫീസറുടെ പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ആ പോലീസ് ഓഫീസറുടെ മുൻപിൽ കൈക്കൂലി കൊണ്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് എങ്ങനെയെങ്കിലും ഇത് സാധിച്ചു തരണം. ആ പോലീസ് ഓഫീസർ ചോദിച്ചൊരു ചോദ്യമാണ്, നിൻ്റെ മൂക്കിനിട്ടൊരു തൊഴി തന്നേനെ ഞാൻ. ഇംഗ്ലീഷിൽ പറഞ്ഞ വാക്ക് മലയാളത്തിൽ ഇങ്ങനെ ലഘുവായി പറയുക, നിൻ്റെ മൂക്കിനിട്ടൊരു തൊഴി തന്നേനെ ഞാൻ. തൻ്റെ ആവശ്യത്തിൽ തൻ്റെ കരുണ നേടാൻ ഇല്ലെങ്കിൽ സഹായം നേടാൻ ചെയ്തൊരു കാര്യമാണ്. പക്ഷേ തിരിച്ചടിച്ചു. കാര്യം പോലീസ് ഓഫീസറിൻ്റെ സ്വഭാവം ഈ വ്യക്തിക്ക് അറിയത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ സ്വഭാവം അറിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാകും, ത്യാഗമനോഭാവത്തോടെ, അത് ഉപവാസം മുതൽ പ്രാർത്ഥന മുതൽ പലതും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൈ പിടിച്ച് ആം ട്വിസ്റ്റിംഗ് അല്ല, പകരം ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഉണർത്തുവാൻ ആവശ്യമുള്ള ചില ത്യാഗമനോഭാവത്തോടുള്ള യാഗങ്ങൾ ദൈവം അംഗീകരിക്കും. ദൈവത്തിൻ്റെ യാഗമോ ഉടഞ്ഞ തകർന്ന മനസ്സും ഹൃദയവുമാണ്.
പക്ഷേ നമ്മൾക്ക് പലപ്പോഴും അത് സാധിക്കാറില്ല. വി നോട്ട് ഏബിൾ ടു ഇൻവോക്ക് ദ മെർസീസ് ഓഫ് ഗാഡ്. ദർ ഇസ് പ്രോസ്പെരിറ്റി ത്രൂ മെർസി. ദൈവത്തിൻ്റെ മനസ്സിൽ വന്നാൽ അതിൻ്റെ അകത്തൂടെ ഉയർച്ചയുണ്ട്, പ്രോസ്പെരിറ്റി ഉണ്ട്. Now how do we have this mercy? എങ്ങനെ ചെയ്യും? Let's just read one verse. അല്പം ഞാനത് ഒരു പുതിയ വെളിച്ചത്തിൽ നിങ്ങളുടെ മുൻപിൽ ഈ വാക്യം വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം എക്സഡസ് ചാപ്റ്റർ നമ്പർ 25, 25 അധ്യായം 17 വാക്യം. ഈ mercy എങ്ങനെ നമുക്ക് ടാപ്പിൻ ചെയ്യാം, എങ്ങനെ ഇതിനെ നമുക്ക് പിടിച്ചെടുക്കാം? തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കണം. അതിന്റെ നീളം 2.5 മുഴം, വീതി 1.5 മുഴവും ആയിരിക്കണം. പറഞ്ഞ അളവുകളിൽ, in other words, ദൈവത്തിൻ്റെ അളവുകളിൽ, ദൈവവചനത്തിൻ്റെ അളവുകളിൽ, ദൈവത്തിൻ്റെ വെളിപ്പാടിൻ്റെ അളവുകളിൽ, you shall make, നീ ഉണ്ടാക്കിയെടുക്കണം. എന്താണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്? കൃപാസനം, കൃപയുടെ ആസനം. The mercy seat, the seat of mercy. Do you have a mercy seat? നിങ്ങളുടെ ജീവിതത്തിൽ a seat of mercy, കൃപയുടെ ആസനമുണ്ടോ? കൃപാസനം, സ്വർഗത്തിലൊരു കൃപാസനമുണ്ട്. അത് നമുക്ക് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് കരുണ ലഭിപ്പാൻ, തത്സമയം സഹായം ലഭിപ്പാൻ, കൃപ ലഭിപ്പാൻ നമ്മൾ ധൈര്യത്തോടെ ഏത് സമയം എവിടെ ചെല്ലണം? കൃപാസനത്തിൽ. ദാറ്റ് ഇസ് നോട്ട് ദിസ്. ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കൃപാസനമാണ്. അവിടുത്തെ കൃപാസനത്തോട് അടുത്ത് ചെല്ലണമെങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു mercy seat, കൃപാസനം ഉണ്ടാക്കിയെടുക്കണം. ദാറ്റ് ഇസ് എ throne of grace. കൃപാസനം, ഇത് ദ സീറ്റ് ഓഫ് മെർസി. കൃപാസനം എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഐ തിങ്ക് ദ കോൺട്രാസ്റ്റ് ഇംഗ്ലീഷിൽ വ്യക്തമാണ്. വൺ ഇസ് എ throne ഓഫ് ഗ്രേസ്, കൃപയുടെ സിംഹാസനം. മറ്റേത് throne ഓഫ് എ സീറ്റ് ഓഫ് ഗ്രേസ്, ദ കൃപയുടെ ആസനം. ആൻഡ് യു ഷാൽ മേക്ക്, അത് ഞാൻ ഉണ്ടാക്കി സ്വർഗത്തിൽ നിങ്ങൾ ഡിസ്പാച്ച് ചെയ്യാമെന്നല്ല, ശരിക്ക് ചാടിപ്പാടി ആരാധിച്ച ദൂതന്മാരെയും കൊണ്ടുവരുമെന്നല്ല. യു ഷുഡ് മേക്ക്, നീ ഉണ്ടാക്കിയെടുക്കണം. നമ്മളിൽ പലർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ല. യു ഷാൽ മേക്ക് എ mercy seat of pure gold. വില മുടക്കിയേ പറ്റത്തുള്ളൂ. അപ്പുറത്തെ പാറക്കഷ്ണത്തിൽ നിന്ന് വെട്ടിയെടുത്ത് കൃപാസനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. കുറെ മണ്ണ് വാരിക്കൂട്ടി കൃപാസനം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു തച്ചനെ വിളിച്ച് കാർപ്പൻട്രി പണിയായിട്ട് കൃപാസനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. ഇറ്റ് ഹാസ് ടു ബി മെയ്ഡ് ഓഫ് പ്യൂർ ഗോൾഡ്. അത് നീ ഉണ്ടാക്കിയെടുക്കണം. നീ അത് തങ്കം കൊണ്ട് നിർമ്മിക്കണം. അതിന് മെഷർമെന്റ്സ് ഉണ്ട്. ആ കൃപാസനം ഉണ്ടെങ്കിൽ മാത്രമേ രക്തം പ്രവർത്തിക്കത്തുള്ളൂ. കൃപാസനത്തിന്റെ മേലാണ് പഴയ നിയമത്തിൽ രക്തം തളിച്ചുകൊണ്ടിരുന്നത്. കൃപാസനം ഉണ്ടാക്കിയെടുക്കുവാൻ അറിയാൻ വയ്യാത്തവൻ വിശ്വാസത്താൽ ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രക്തം തളിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങോട്ടായി തളിക്കുന്നത്? ഇഫ് യു ഡു നോട്ട് ഹാവ് എ mercy seat, where are you sprinkling the blood? കൃപാസനമില്ലെങ്കിൽ എങ്ങോട്ടാണ് രക്തം തളിക്കുന്നത്? ഏഞ്ചലിക് മിനിസ്ട്രി, ആക്സസ് ടു മോസ്റ്റ് ഹോളി പ്ലേസ്, ഇതെല്ലാം വേണമെങ്കിൽ mercy of God. വായിച്ചാട്ട് രണ്ട് വാക്യങ്ങൾ കൂടെ വായിച്ചു. worship team please come up. If you don't think that we are done with this, ഡിസൈപ്പിൾഷിപ്പ് സീരീസിൽ തന്നെ ദ സെറ്റ് ടൈം ടു ഫേവർ ഡിസൈപ്പിൾസിനുള്ള ചില ഉയർച്ചയുടെ സമയങ്ങൾ കർത്താവ് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഗോഡ് വില്ലിംഗ് നെക്സ്റ്റ് വീക്ക് ഇത് ഡിസൈപ്പിൾഷിപ്പ് സീരീസുമായിട്ട് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സോ വായിച്ചാട്ട് എക്സഡസ്, പുറപ്പാട് പുസ്തകം 26 അധ്യായം അതിൻ്റെ 34 വാക്യം. അതിവിശുദ്ധ സ്ഥലത്ത് സാക്ഷ്യപ്പെട്ടകത്തിന് മീതെ കൃപാസനം വെക്കണം. നിങ്ങളൊരു കൃപാസനം ഉണ്ടാക്കിയാൽ, ഇഫ് യു ആർ ഏബിൾ ടു മേക്ക് എ സീറ്റ് ഓഫ് മെർസി, മെർസി സീറ്റ്, കൃപാസനം നിങ്ങൾ ഉണ്ടാക്കിയാൽ അത് ഏറ്റവും അതിവിശുദ്ധ സ്ഥലത്ത് വെക്കാനുള്ള അവകാശമുണ്ട്. ആർ യു ഏബിൾ ടു ആക്സസ് ദ മോസ്റ്റ് ഹോളി പ്ലേസ്? കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമ്മൾക്ക് സാധിക്കുന്നുണ്ടോ അതിവിശുദ്ധ സ്ഥലത്ത്? അതോ നമ്മൾ പ്രാകാരങ്ങളിൽ നിൽക്കുകയാണോ? അതോ we have been very holy and we go to the holy place, വിശുദ്ധ സ്ഥലങ്ങളിൽ നിൽക്കുകയാണോ? or do you have an access into the most holy place, അതിപരിശുദ്ധ സ്ഥലത്ത്? ഞാൻ ഭയങ്കര വിശുദ്ധിയിൽ ജീവിക്കുന്നു, വണ്ടർഫുൾ, നിനക്ക് വിശുദ്ധ സ്ഥലം വരെ വരാം. But if you want to get into the most holy place, അതിവിശുദ്ധ സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ വായിച്ച വാക്യം, and you shall put the mercy seat on the ark of the testimony in the most holy place. അതിവിശുദ്ധ സ്ഥലത്ത് വരണമെങ്കിൽ നിന്റെ വിശുദ്ധിയും നിന്റെ നന്മയും നിന്റെ നീതിപ്രവൃത്തിയും എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുൻപിൽ കറപുരണ്ട തുണി പോലെയാണ്. പക്ഷേ if you want access to the most holy place, അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള ആക്സസ് ആവശ്യമാണെങ്കിൽ വിശുദ്ധിയിൽ ആശ്രയിക്കരുത്, വ്യക്തിപരമായിട്ട് വിശുദ്ധിയിൽ ആശ്രയിക്കരുത്, കൃപയിൽ കരുണയിൽ ആശ്രയിക്കണം. ഓക്കെ, അപ്പോൾ പറയുമായിരിക്കും ഓൾ റൈറ്റ്, സോ ഞാൻ ചില പാപം ചെയ്താലും കൃപാസനമുണ്ടല്ലോ അങ്ങ് ചെല്ലാം. പാപത്തോടുകൂടെ ഏത് കൃപാസനത്തിൻ്റെ അടുക്കൽ ഏത് മഹാപുരോഹിതൻ ചെന്നാലും
അരയ്ക്ക് ഒരു ചങ്ങല കെട്ടിയിട്ടുണ്ട്. ബെൽറ്റ് കെട്ടുന്ന പോലെ ഒരു ചങ്ങലയും അതിൻ്റെ ഒരു അറ്റത്തൊരു കയറ് കെട്ടി അതിപരിശുദ്ധ സ്ഥലത്തിന് പുറത്തോട്ട് പ്രാകാരങ്ങൾ വരെ നീണ്ടു കിടക്കുന്ന ഒരു കയറുണ്ട്. യുനോ വൈ? ഒരു പാപം ക്ഷമിക്കപ്പെടാത്തതുണ്ടെങ്കിൽ ഈ കൃപാസനത്തിൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ ഈ പുരോഹിതൻ, മഹാപുരോഹിതൻ പാപം ക്ഷമിക്കപ്പെടാത്തുണ്ടെങ്കിൽ അവിടെ നിലത്ത് വീഴും, മരിച്ചു വീഴും. പിന്നെ പുറത്തോട്ട് നടന്നു വരാൻ സാധിക്കത്തില്ല. പിന്നെ ഡെഡ് ബോഡി എടുക്കാൻ അകത്തോട്ട് പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് കയറെ പിടിച്ച് വലിച്ച് ബോഡി ഇങ്ങ് എടുത്തോണം, അത്രേ ഉള്ളൂ. ദെർ ഇസ് നോ അതർ ഗോ. കർത്താവ് പറയുക, നിന്റെ വിശുദ്ധിയും പറഞ്ഞ് നീ ഇങ്ങോട്ട് കയറി വരല്ല. പക്ഷേ വിശുദ്ധി ഇല്ലാതെ ഇങ്ങോട്ട് വന്നാൽ കയറും കൂടെ ഉണ്ട് നിന്നെ പറിച്ച് പുറത്തെടുക്കാൻ. ബട്ട് ഇഫ് യു വാണ്ട് ടു കം ടു ദ മോസ്റ്റ് ഹോളി പ്ലേസ്, വിശുദ്ധിയിലല്ല, എൻ്റെ കരുണയിൽ മാത്രം. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 19-ാം വാക്യം. പുറപ്പാട് 25:19. ഒരു കെരൂബിനെ ഒരറ്റത്തും മറ്റേ കെരൂബിനെ മറ്റേ അറ്റത്തും ഉണ്ടാക്കേണം. കെരൂബുകളെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിന്റെ രണ്ടറ്റത്തും ഉണ്ടാക്കേണം. രണ്ടറ്റത്തും കെരൂബുകൾ. കൃപാസനം, ദ സീറ്റ് ഓഫ് മേഴ്സി ഉണ്ടാക്കിക്കഴിഞ്ഞാൽ, അത് ഉണ്ടാക്കുവാൻ പഠിച്ചാൽ ഏഞ്ചലിക് മിനിസ്ട്രി നമ്മൾക്ക് വേണ്ടി കർത്താവ് റിലീസ് ചെയ്യും. പഴയ നിയമത്തിൽ നിഴലായി കർത്താവ് പറയുക, നീ ആ മേഴ്സി സീറ്റ് ഉണ്ടാക്കിയാൽ നിഴലാണല്ലോ, അതിൻ്റെ രണ്ട് വശത്തും കെരൂബുകൾ നിനക്ക് വേണ്ടി ഉണ്ടായിരിക്കും. ആ കെരൂബുകളുടെ നടുവിൽ വസിക്കുന്നവൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. തളിക്കപ്പെടുന്ന രക്തം, സംസാരിക്കുന്ന രക്തം നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ആ മേഴ്സി സീറ്റ് ഉണ്ടായിരിക്കും. അതൊക്കെ വേണമെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയെ ഉണർത്തുവാൻ ആവശ്യമുള്ള ദൈവത്തോടുള്ള പരിചയം, ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള പരിചയം, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരുണയെ ഉണർത്തുവാൻ ആവശ്യമുള്ള പരിജ്ഞാനവും വെളിച്ചവും കർത്താവ് ആഗ്രഹിക്കുകയാണ്. Can I pray for you? എല്ലാ കണ്ണുകളും അടച്ചാലും. താങ്ക് യു ലോർഡ്. പിതാവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. ഞങ്ങൾ പ്രശംസിക്കുന്നെങ്കിൽ ഞങ്ങളുടെ പണത്തിൽ, ഞങ്ങളുടെ ആരോഗ്യത്തിൽ, ഞങ്ങളുടെ ബലത്തിൽ, ആൾബലത്തിൽ, ഞങ്ങളുടെ കോൺടാക്റ്റിൽ, ഞങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ, സൗന്ദര്യത്തിൽ, ആരോഗ്യത്തിൽ, ഞങ്ങൾക്കുള്ള കുടുംബശ്രേഷ്ഠതയിൽ, മറ്റൊന്നിലും ഞങ്ങൾ പ്രശംസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ പ്രശംസിക്കുന്നെങ്കിൽ ഒന്നിൽ മാത്രം പ്രശംസിക്കുന്നു. കർത്താവിനെ അറിയുന്നുവെന്നും കർത്താവിനെ പരിചയമുണ്ടെന്നും കർത്താവിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഗ്രാഹ്യമുണ്ടെന്നും ഞങ്ങൾ പ്രശംസിക്കുവാൻ കർത്താവ് മനസ്സലിയുന്നവനാണെന്നും മനസ്സലിവ് എങ്ങനെ ഉണർത്തണമെന്നും അങ്ങയുടെ വചനത്തിന്റെ വെളിച്ചത്തിൽ, അങ്ങയോടുള്ള പരിചയത്തിന്റെ വെളിച്ചത്തിൽ അങ്ങയുടെ മനസ്സലിവിനെ ഉണർത്തി ദ സെറ്റ് ടൈം ടു ഫേവർ, ഞങ്ങളുടെ മേൽ അസാധാരണ കൃപ കാണിക്കുവാൻ സമയമാകുമ്പോൾ മനസ്സലിവോടുകൂടെ സേവിംഗ് ഗ്രേസ്, ഞങ്ങളെ രക്ഷിക്കുന്ന ദൈവത്തിന്റെ മനസ്സലിവും കരുണയിൽ നിന്നും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ദൈവത്തിന്റെ സഹായത്തിലേക്ക് കയറ്റിവിടുന്ന ദൈവത്തിന്റെ ആ വലിയ മനസ്സലിവിനെ ഉണർത്തുവാൻ അങ്ങയുടെ വെളിച്ചം ഞങ്ങൾക്ക് തരണം. ദൂതന്മാരുടെ ശുശ്രൂഷകൾ തരണം, കൃപാവരങ്ങൾ തരണം, ആത്മീയ അനുഭവങ്ങൾ തരണം, ദൈവത്തിന്റെ പ്രവർത്തികൾ വെളിപ്പെട്ടു വരണം. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അങ്ങയുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.